കൂടുമ്പോൾ പോലീസ് പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളാണെന്ന് അറിയില്ല. ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. രാവിലെ പോയി അതേപോലെ തന്നെ അയാൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വന്നു. പിന്നെ അയാൾ ആ റൂമിൽ ഇരുന്നിട്ടോ ആരൊക്കെ പോകണ്ട ആരൊക്കെ വരുന്നുണ്ടെന്നൊക്കെ എന്നെല്ലാം അന്വേഷിക്കുക. ഇവർക്ക് എന്ത് താക്കേട്, കള്ളൻ്റെ അടുത്ത് കക്കണ്ട പറഞ്ഞാൽ ആ ഒരു നേരം മാത്രം പറയുള്ളൂ. പിന്നെ അയാൾ ആ സ്വഭാവം തുടരും. അയാൾ ചിലപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ നല്ല രീതിയിൽ ഇരിക്കാറുണ്ടാവും. ഇപ്പം അങ്ങനെ ചെയ്തില്ലേ? ഇനി അയാളെ വിശ്വസിച്ചിട്ട് 4 കൊല്ലം ജയിലിലും പിന്നെയും ഓരോരുത്തരെ കൊന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ചെന്താമര എന്ന് പറയുന്ന ആ കൊലപാതകയോട് തോന്നിയതിനേക്കാളും കൂടുതൽ അമർഷവും ഈ പറയുന്ന വെറുപ്പും ഒക്കെ എനിക്ക് തോന്നിയത് ഇതിനകത്ത് കമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ള കുറേയധികം കമന്റോളികളോടാണ്, നന്മ മരങ്ങളോടാണ്. ഇവക്ക് ഈ അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെ ഇരുന്ന് ഇത്രയും ഇതായിട്ട് ബോൾഡായിട്ട് വിളിച്ചു പറയാൻ എങ്ങനെ കഴിയുന്നു, ഇവൾക്ക് കരയാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം ആൾക്കാർ വന്നിരുന്ന് പറയുകയാണ്. നിങ്ങളൊന്ന് മനുഷ്യരല്ലേ എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. കാരണം ഇവിടെ ഏതൊരു സാധാരണക്കാരനും എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആകെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പോലീസ് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു കരുത്തും എടുത്ത് സാധാരണക്കാരനില്ല. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു നീതി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതായി. അതിലപ്പുറത്തേക്ക് കൊടുക്കുന്ന ഈ പറഞ്ഞ പോലീസുകാരുണ്ട്, അല്ലാതെ ചുമ്മാതെ എടുത്ത് കളയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ 2 കൂട്ടരും ഇവിടെ ഉണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ബോച്ചെ പോലുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഏറ്റവും ദ്രുതഗതിയിൽ ഇവിടുത്തെ പോലീസ് നടപടികൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനും എൻ്റെ യൂട്യൂബിലൂടെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ വലിയ ഫെയിമിലും സെലിബ്രിറ്റി മോഡിലും നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഇത്രയും വലിയൊരു കെയർ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം, ഒരു നീതി നടപ്പിലാക്കി കൊടുക്കുന്ന സമയത്ത് ഇത് സാധാരണക്കാരനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം ഏറ്റവും നല്ലതാണെന്ന് പറയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ സംഭവിച്ചെന്ന് ആലോചിക്കുക, 2019 ആ കുട്ടിയുടെ അമ്മയെ കൊല്ലുന്നു. അവർ ചെയ്യാത്ത ഒരു തരത്തിലും ചെയ്യാത്ത തെറ്റിന് പേരിൽ അയാളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന വൃത്തികെട്ട സംശയങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് അവൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് അവൻ്റെ ഭാര്യയും മകളും പോകുന്നതിൻ്റെ പേരിൽ അത് നാട്ടുകാരാണ് ഇവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ അന്ന് കയറി വെട്ടിക്കൊല്ലുന്നു. അതിനുശേഷം അവൻ കാട് കയറുന്നു. പിന്നീട് പോലീസ് പിടിക്കുന്നു. പിന്നെ ഇവിടെ കൊടുക്കുന്ന ഒരു മാനുഷിക പരിഗണന ഉണ്ടല്ലോ, ഒരാളെ വെട്ടിക്കൊന്ന ഒരുത്തനോടും കൊടുക്കുന്ന ഒരു മാനുഷിക പരിഗണന. 4 വർഷം കിടന്നില്ലേ, 3 വർഷം കിടന്നില്ലേ, അവനും ഒരു മനുഷ്യനല്ലേ, അവൻ ഇനി വെളി കാണട്ടെ, വെട്ടം കാണട്ടെ എന്ന് പറഞ്ഞ് കുറേയധികം ജയ്ഹോ വിളിക്കുന്ന കുറേ മഹാന്മാരുണ്ട്. ആ മഹാന്മാരുടെ വിളി കേട്ട് മറ്റു രീതിക്കൊക്കെ ഈ പറയുന്ന ജാമ്യം അങ്ങ് കൊടുത്തു. എന്ത് ചെയ്തു? ആ പാവത്തിന് ആകെ ആശ്രയമായിട്ടുണ്ടായിരുന്ന അച്ഛനും ഈ പറയുന്ന അച്ഛമ്മയെ കൂടെ പോയി കിട്ടി. ഒന്നും നോക്കാതെ ആ 2 പേരെ അവൻ കയറി വെട്ടിക്കൊന്നപ്പം ഈ ജയ്ഹോ വിളിച്ചവർക്ക് നന്നായി, മാനുഷിക പരിഗണനയൊക്കെ നൽകുന്ന ആൾക്കാർക്കും എന്തായാലും നന്നായി. ഇവിടെ ഈ പറയുന്ന വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ പറഞ്ഞ ചെന്താമര എന്ന് പറയുന്ന അവൻ്റെ വീട്ടുകാർ പറയുന്നത് എന്തുവാണ്, അവന് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യമാണത്. കഴിഞ്ഞ ദിവസം യൂട്യൂബറായിട്ടുള്ള മണവാളിനെ പിടിച്ച സമയത്ത് പോലീസിന് അവൻ്റെ പ്രവൃത്തി കണ്ട സമയത്ത് അവന് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യം ഉണ്ടെന്ന് തോന്നിയ സമയത്ത് എന്താണ് അവർ ചെയ്തത്? മാനസിക കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തിടുക്കവും വ്യഗ്രതയും ഒക്കെ അവർ കാണിച്ചില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും ആർജവും അവർ കാണിച്ചല്ലോ. അതെന്തുകൊണ്ട് ഈ ഒരു കൊലപാതകയോട് കാണിച്ചില്ല? അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവർ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടെന്ന് തോന്നില്ല. കാരണം ഇത്രയും കാലം വീണ്ടും പകവെച്ച് വീണ്ടും പോയി കൊടുവാള് മേടിച്ച് അല്ലെങ്കിൽ വെട്ടുകത്തി മേടിച്ച് ഇതുപോലെ ആൾക്കാരെ വെട്ടിക്കൊല്ലാനായിട്ട്, അതും പ്രത്യേകിച്ച് ആൾക്കാരെ ഒരു കുടുംബത്തിലെ മാത്രമുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് കൊല്ലുമ്പം അവന് മാനസിക അസ്വസ്ഥയൊന്നും അല്ല പ്രശ്നം തോന്നുന്നത്. അവൻ്റെ പ്രശ്നം വേറെയാണ്. നല്ല ഇടി കിട്ടാത്തതിൻ്റെയോ അല്ലെങ്കിൽ അവനെ ഇതേപോലെ അവനെ നോവിക്കാത്തതിൻ്റെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളാണ് അവൻ്റെ എന്ന് പറഞ്ഞാൽ, അതിൽ അപ്പുറത്തേക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അവൻ്റെ ഭാര്യയും മകളും പോയതിൻ്റെ പേരിൽ ഇവരോട് വൈരാഗ്യം കൊണ്ടുനടന്ന് ഇത്രയും വർഷം അത് കൊണ്ടുനടന്ന് ഈ പറയുന്ന അവനെ അഴിച്ചുവിടുന്ന സമയത്ത് അല്ലെങ്കിൽ പരോള് ജാമ്യം കൊടുക്കുന്ന സമയത്ത് നോക്കിയിരുന്ന് അവരെ 2 പേരെ വീട്ടിൽ കയറി വെട്ടി. ഇനി ആ കുഞ്ഞു മകളാണുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ ഈ പറയുന്ന നിയമത്തിനോട് പോരാടിയോ അല്ലെങ്കിൽ പറഞ്ഞോ അപേക്ഷിച്ചോ എൻ്റെ കുടുംബക്കാർ അല്ലെങ്കിൽ എൻ്റെ കുടുംബം ഞങ്ങളുടെ ജീവൻ എന്ന് പറഞ്ഞ് കൺമുന്നിലൂടെ ഇത്രയും ജീവൻ പോകുന്ന സമയത്ത് അവൾ അനുഭവിച്ചൊരു വേദനയോ അല്ലെങ്കിൽ ആ ഒരു അനുഭവങ്ങളുണ്ട്, ദുരനുഭവം. ഞാൻ ഇനി ആരോട് പറയണം? ഞാൻ പറയേണ്ടവരോടൊക്കെ പറഞ്ഞു, എന്നിട്ടും കിട്ടാത്ത നീതിയോ നിയമോ ഇനി എനിക്ക് കിട്ടാൻ പോണില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് പോവും. അത് ഏതൊരു സാധാരണക്കാരനും പോവും. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടാവാത്തത് കൊണ്ടാണ്. ഞാൻ കൺമുന്നിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു വീട്ടിലൊരു പാവം അച്ചാച്ചനും അമ്മാമ്മയും താമസിക്കുന്നു. അവരുടെ ഈ പറയുന്ന ഇളയ മകനായിട്ടുള്ള ഒരു കള്ളുകൂടിയോ വന്നിട്ട് ആ അച്ചാച്ചനെ ഈ പറയുന്ന മറ്റൊരു കേസിൽ കിടന്നവനാണ് വന്ന് കുത്തി കൊല്ലാൻ നോക്കുന്നു, മുറിവേൽക്കുന്നു, ആശുപത്രിയിൽ കൊണ്ടിടുന്നു. പിന്നീട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആശാശൻ വിറച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. എന്നിട്ടും ദിവസം വന്നിരുന്ന ആശാശനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് പോലീസിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മൊത്തം ഇവനെ വിളിക്കുക, തോളെ തട്ടി, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല സാറേ, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത്. എങ്കിൽ നീ പൊക്കോടാ, നീ അവിടെ കിടന്നോ എന്ന് പറയുന്നു. ആ അമ്മയും അച്ഛനും പറയുകയാണ്, സാറേ ഞങ്ങൾക്ക് ഇവന് ഉപദ്രവമാണ്, പ്രശ്നമാണെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് മാറിക്കൊടുത്തൂടെ, അവൻ ആ വീട് കൊടുത്തൂടെ എന്ന് പറയുന്ന പോലീസുകാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഒരു കൂട്ടം എല്ലാവരും
പറയുന്നില്ല, പക്ഷെ ഒരു തരത്തിലുള്ള മനുഷ്യരോട് നീതിയോ സഹതാപമോ വെച്ച് പുലർത്താത്ത ഒരു കൂട്ടം ആൾക്കാരും ഈ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നുള്ളത് പറയാതെ വയ്യാത്ത കാര്യമാണ്. ഇന്ന് ആ ചാച്ചൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിനടിയിൽ പോയിട്ട് 3 വർഷമായി. ആ ചാച്ചനെ അവൻ്റെ കൈകൊണ്ട് തന്നെയാണ് പോയതെന്ന് പറയുന്നത്. വയ്യാതെ കിടന്ന് ആ മനുഷ്യനെ മണ്ണിനടിയിലാക്കി ഇന്ന് ആ വീട്ടിൽ അവൻ സ്വസ്ഥ വിഹാരം നടത്തുകയാണ്, ആ അമ്മാമനെ അടിച്ച് പുറത്താക്കിയിട്ട്. പലപ്പോഴൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം പോലീസിന്. എന്നിട്ട് ഈ പറയുന്ന നമ്മളെന്തിനേലും ചെല്ലുന്ന സമയത്ത് ഇതുപോലുള്ള ഈ ക്രിമിനൽസ് പലപ്പോഴും ഈ പോലീസിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരായിട്ട് മാറുന്ന കാഴ്ചകളും കാണുന്ന സമയത്ത് ഒരുപാട്, കാരണം ഞാൻ കണ്ടൊരു കാര്യമാണ്, മറ്റ് കേസുകളിൽ പ്രതിയാക്കപ്പെടാനായിട്ട് അല്ലെങ്കിൽ പ്രതിയെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് പൈസ കൊടുത്ത് ചില വക്കീലന്മാർ വന്നിട്ട് ഇവർക്ക് പൈസ കൊടുത്തിട്ട്, അതായത് ഇവരല്ല അതിനകത്ത് യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത്, പക്ഷെ എന്നിട്ട് പൈസ കൊടുത്തിട്ട് ഇവനെയൊക്കെ പിടിച്ചുകൊണ്ടിടുകയാണ്. ഇത്ര ദിവസത്തേക്ക് ഇത്ര കാര്യങ്ങൾക്ക് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പൈസ കിട്ടുവാണ്. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നാടകം നടക്കുന്ന ഒരു ഫീൽഡ് കൂടിയായിട്ട് മാറുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറേയധികം ദുഷിച്ച ആൾക്കാരും ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാരന് ഇതൊക്കെ പറ്റുന്നതെന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കണക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വല്ലാത്ത ദയാ കാരുണ്യം എന്ന് പറയുന്നത്, അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ എന്താണോ തെളിവുകളായിട്ട് സമർപ്പിക്കപ്പെടുന്നത്, അത് എത്ര വേഗത്തിലാണോ നടക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ കോടതിയിൽ ഈ പറയുന്ന നീതിന്യായവും വിധിയും ഒക്കെ പ്രഖ്യാപനമൊക്കെ നടക്കുന്നത്. പക്ഷെ ഇവരെടുക്കുന്ന ഒരു ലാഗ് ഉണ്ട്, അതായത് ഈ സിസ്റ്റം എടുക്കുന്ന ഒരു ലാഗ് ഉണ്ട്. ഇതിന്റെ പേരിൽ ഇതിന്റെ ബാക്കി ഈ FIR തയ്യാറാക്കുക അല്ലെങ്കിൽ ബാക്കി തെളിവുകൾ ശേഖരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി 2011 നടക്കുന്നതിന് 2021 കേസിന്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ അവർ നീതി കിട്ടേണ്ടവർ ചത്തൊടുങ്ങിയിട്ടായിരിക്കും അതിന്റെ വിധി പ്രഖ്യാപനം നടത്തുന്നത്. കാരണം ഇവർ വരുത്തുന്ന അല്ലെങ്കിൽ ബാക്കി കുറേയധികം സിസ്റ്റങ്ങൾ വരുത്തുന്ന ഒരു ലാഗാണ്. ഇങ്ങനെ ഇവിടുത്തെ സിസ്റ്റം കാരണം മാത്രം വേദനിക്കുന്ന ഒരു കൂട്ടം, ഒരു ഫെയിമും സെലിബ്രിറ്റി മോഡും ഇല്ലാത്ത, യാതൊരു പിടിപാടുമില്ലാത്ത ഒരു കൂട്ടം സാധാരണക്കാർ ഇവിടെ ഉണ്ടെന്ന് ഇനിയെങ്കിലും കുറച്ചുപേരെങ്കിലും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഏത് സാധാരണക്കാരനും ഏതൊരവസ്ഥയിലും ചെല്ലുന്ന സമയത്ത് സഹായം കൊടുക്കേണ്ട വ്യവസ്ഥിതികൾ ഇനിയെങ്കിലും പുലരേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിൻ്റെയൊക്കെ ഒരു വല്ലാത്തൊരു നേർചിത്രമാണ് ഇവിടെ കാണുന്നതെന്ന് പറയുന്നത്. ഒരു കുട്ടി തകർന്ന തരിപ്പണമായിട്ട് അവൾക്ക് കരയാൻ പോലും പറ്റാതെ അവൾ ഭ്രാന്തിന്, എനിക്കത് കണ്ട സമയത്ത് അങ്ങനെയാണ്, മനസ്സ് മൊത്തം തകർന്ന് കരയണോ ചിരിക്കണോ എന്ത് പറയണമെന്ന് പോലും അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാത്രമാണ് എനിക്ക് ആ കുഞ്ഞിനെ തോന്നിയെന്ന് പറയുന്നത്. കാരണം അവൾക്ക് ഇനി ആരുമില്ല, ഉറ്റവരും ഉടയവരും ഒക്കെ കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇല്ലാതാവുന്ന സമയത്ത് ഇന്ന ആൾ തന്നെ കൊല്ലുമെന്ന് ഓരോ സമയവും പേടിപ്പിച്ച് ഇങ്ങനെ കഴിയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് വല്ലാത്ത ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലൂടെ കടന്നുപോയാൽ മാത്രം മനസ്സിലാക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ കൊണ്ടുവരേണ്ടുള്ള അത്യന്താപേക്ഷിതമാണ്. പിന്നെ ഏതൊരാൾക്കും എന്ത് കുറ്റകൃത്യവും ചെയ്തിട്ട് ജയിലിൽ പോയി സുഖവാസം അനുഭവിക്കാന്നൊരു സംഭവം, നമ്മുടെ ഈ ബോച്ചയുടെ കാര്യത്തിൽ പോലും ഇപ്പം നിന്നിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്തൊക്കെയോ ഫെസിലിറ്റീസ് അവിടെ കിട്ടിയിട്ടുള്ള കാര്യത്തിൽ കുറേയധികം ചർച്ചകൾ നടക്കുന്നുണ്ടോ. അത്രയും ഫെസിലിറ്റീസോ ബാക്കി കാര്യങ്ങളൊന്നും പോകണ്ട, ഇവർക്ക് സുഖം തന്നെയാണ്. കാരണം ഏറ്റവും എല്ലും കോലുമായിട്ട് ജയിലിലേക്ക് പോകുന്നവന്മാർ 4, 5, 10 വർഷം തിരിച്ചിറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ഉണ്ടപ്പാത്തകളായിട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല ശാരീരികമായിട്ടുള്ള ഈ പറയുന്ന ബലത്തോടു കൂടി ഇറങ്ങുന്നു, നല്ല രീതിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ അത്രയും സുഖമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അതിൽ അവിടെ നല്ല ഫെസിലിറ്റി, നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, താമസം, പിന്നെ അധ്വാനിച്ചു കഴിഞ്ഞാൽ അതിന് കൂലി കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ചെറിയ ആൾക്കാർ പോട്ടെ, വലിയ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറിയതായാലും എന്ത് തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ട് പോകുന്നവന്മാർക്ക് ശിക്ഷ പോലെയാണ് അവിടെ കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് അവിടെ അവർ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കേട്ടുള്ളൊരു കാര്യം, അവർക്ക് അവിടെ അതിനുള്ള കൂലി കൂടി ഇറങ്ങുന്ന സമയത്ത് ഒരു തുക കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്ര പേർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരെ അത് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാന്നൊരു സംഭവമാണ്. ഇവന്മാർക്ക് പിന്നെ എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഒരു വട്ടം ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്യുന്നവന്മാരൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഒരു രീതിക്ക് നന്നാവാൻ പോകുന്നില്ല. കൊലപാതകം അടുത്തൊക്കെയുള്ള രക്തം കണ്ട് ഈ പറഞ്ഞ മരവിച്ച മനസ്സുമായിട്ട് കഴിയുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും മദ്യവും മറ്റും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവന്മാർ ഒരിക്കലും നന്നാവില്ല. അവരുടെ കൈകൊണ്ട് വീണ്ടും ആൾക്കാർ മരണപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയേ ചെയ്യുള്ളൂ. അതിന് ഉദാഹരണമാണ് ഈ ചെന്താമര എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ആള്. ഇയാളിപ്പം ഇത് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ആ പോലീസ് കൊടുക്കേണ്ട ഒരു സംരക്ഷണം, അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യനെയാണ് ഈ പരോളിലേക്ക് ജാമ്യത്തിലേക്ക് ഇറക്കിക്കുന്നെങ്കിൽ ആ വീട്ടിന് കൊടുക്കേണ്ട ഒരു സംരക്ഷണമുണ്ട്. അതുപോലും കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് സമ്മതിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇനിയും ഈ കുട്ടി പറയുന്ന അവൾ പേടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയും ഇയാളെ പിടിച്ചുകൊണ്ട് പോകും, 4-5 വർഷം കഴിയുമ്പോൾ വീണ്ടും എന്നെ ഇറക്കിയിടും, അവൻ വീണ്ടും വന്ന് കൊന്നു തള്ളും. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലപ്പുറം എന്താണ് ചെയ്യുന്നത്? ആ പെൺകുട്ടി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളിലും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഇതുപോലെ അനുഭവിക്കുന്ന, പുറത്ത് വരാതെ എവിടെയൊക്കെ അമർഷത്തോടെ കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഉറച്ചുള്ള നിലവിളികൾ തന്നെയാണ് ആ കുട്ടികളുടെ പുറത്തേക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടും മനസ്സിലാക്കാതെ എൻ്റെ കുടുംബത്തിൽ ഇതൊന്നും ഇല്ലല്ലോ, എൻ്റെ കുടുംബത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, എനിക്കിതൊന്നും സംഭവിക്കില്ലല്ലോ, എനിക്കിതൊന്നും ബാധകമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് കമൻ്റ് ഇടുന്ന നീയൊക്കെ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. നിനക്കൊക്കെ മക്കൾമാരുണ്ടെങ്കിൽ
നീയൊക്കെ അതായത് രക്ഷിതാക്കളായിട്ടുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടു പോയാൽ നിന്റെയൊക്കെ കുഞ്ഞ് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഏത് അവസ്ഥയിൽ അതുപോലെ മറ്റൊരു കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞാൽ നിന്നെയൊക്കെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നീയൊക്കെ മൃഗത്തിനും താഴെയാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ.